ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ പുതിയ ചട്ടി വാങ്ങിയില്ലേ, അത് മയക്കിയെടുത്ത് ദേ അതിൻ്റെ ഉദ്ഘാടനമാണെന്ന്. അപ്പോൾ നമുക്ക് ഇന്ന് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ നമ്മുടെ ചട്ടിയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. ചെമ്മീനില്ലേ ഉപ്പൊക്കെ ചേർത്ത് ചെമ്മീൻ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പകുതി വാടിയ സവാളയിലേക്ക് നമുക്കിത് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴണ്ടാൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതിൽ തന്നെ ഇതിൽ നമ്മൾ പുളി ചേർക്കുന്നില്ല കേട്ടോ. ഒപ്പം ഈ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി നല്ല പുളിയുള്ള തക്കാളി ചേർത്തിട്ട് നമ്മൾ ഈ കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ കറിയുടെ പുളി ഈ തക്കാളിയിൽ ഇട്ട് കൊടുക്കുമ്പോഴാണ് റെഡിയാവുക. അപ്പോൾ ഈ തക്കാളി നല്ല പുളിയുള്ളത് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല. അപ്പോൾ ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളി സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മസാലയും കൂടി അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി കേട്ടോ. ചെമ്മീൻ അധികം വേവില്ല. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഉപ്പൊക്കെ നോക്കി ഉപ്പും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെമ്മീൻ്റെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു 2-3 മിനിറ്റും കൂടി നമുക്ക് ഈ ചട്ടിയിൽ വന്നിട്ട് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മുടെ കറി ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് റോസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ റോസ്റ്റ് ചെയ്ത് ഏകദേശം തീരാനായി. ഇനി 2 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ